ഹലോ, ഗുഡ് മോർണിംഗ്. ആക്ച്വലി ഞാൻ ഇങ്ങനെയൊന്നും സംസാരിച്ച് നേരത്തെ എനിക്ക് ശീലമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇടയ്ക്കൊരു പോസൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. എന്താ പറയുക, ചെറുതിലെ, അതായത് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാവും അല്ലേ. എനിക്കും അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. മേ ബി ആ ഒരു ഫാൻറ്റസി വേൾഡിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സ്കൂളിങ്ങും കോളേജും എല്ലാം കഴിഞ്ഞു. പക്ഷേ സ്റ്റില്ല് നമ്മുടെ മൈൻഡ് ആ ചൈൽഡ്ഹുഡിൽ തന്നെ സ്റ്റക്കായിപ്പോയി. നമ്മൾ അന്ന് കണ്ട സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കുന്ന ഒരു യൗവനം, അതൊക്കെ എപ്പോഴോ ഒന്നും അല്ലാതായി തീരുന്ന പോലെ നോക്കി നിൽക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ്. ഇതിൽ നിന്നൊക്കെ പുറത്തടക്കണ്ടേ. ഞാനൊരു സാഡ് അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു എൻഡിങ് പ്രതീക്ഷിച്ചല്ല വന്നത്. ഒരു ഹാപ്പി എൻഡിങ് ആക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം എനിക്ക് തന്നെ ഒരു പുഷ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കാം. ചിലപ്പോൾ എന്നെ പോലെ കുറച്ച് പേരും കൂടി ഉണ്ടെങ്കിലോ, അവസാനമാണ് എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ, അവർക്ക് എൻ്റെ ലൈഫ് ഒരു പ്രചോദനം ആക്കാൻ പറ്റുമെങ്കിൽ എനിക്കും അതൊരു ഗ്രാറ്റിറ്റ്യൂഡായിരിക്കും. സോ ഇനി തൊട്ട് സമയം വെറുതെ പാഴാക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. എനിക്ക് എന്തൊക്കെ ഇഷ്ടങ്ങളുണ്ടോ അതൊക്കെ സേവ് ചെയ്ത് വെക്കാനും എനിക്ക് തന്നെ എൻ്റെ വളർച്ചയെ ഞാൻ വളരുമെന്ന് ഞാൻ തന്നെ വിശ്വസിക്കുന്നു, കണ്ട് ആസ്വദിക്കാനും വേണ്ടിയിട്ട് ഒരു ചെറിയൊരിടം. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനമോ ഒത്തിരി ഫോളോവേഴ്സോ അങ്ങനെയൊന്നും ഞാൻ നോക്കിയിട്ടല്ല. എന്താ പറയുക, എൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രൊക്കാസ്റ്റിനേഷനാണ്. പിന്നത്തേക്ക് മാറ്റി വെക്കുന്നൊരു സ്വഭാവം. എനിക്കത് മാറ്റണം എന്ന് എനിക്ക് തന്നെ തോന്നിത്തുടങ്ങി. ഇനിയും ഞാനത് മാറ്റിയില്ലെങ്കിൽ ഒരു 19 വയസ്സൊക്കെ ആകുമ്പോൾ ഞാൻ ഒരുപാട് റിഗ്രറ്റ് ചെയ്യും. ഇനിയെങ്കിലും അതിനിടയാക്കാതെ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് എൻ്റെ ഗോളിലോട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ ഹാപ്പിനെസ് കണ്ടെത്തണം. എന്നെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്നവരെ പോലും ഒരു ഹാപ്പിനെസ്സിൽ ഉൾപ്പെടുത്താൻ എനിക്ക് പറ്റുന്നില്ല. എന്നെ പ്രതി വിഷമിക്കാനേ അവർക്ക് പറ്റുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ മാറ്റി എന്താ പറയുക, ഒരു നല്ലൊരു ആക്റ്റീവായിട്ട്. പിന്നെ വേറൊരു കാര്യം, ഞാനൊരു ഇൻട്രോവേർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പല ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോൺ, കോൺഫിഡൻസ് കുറവുണ്ട്. ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ വയ്യാതെ ഞാനിങ്ങനെ ഹിഡൻ ആയിട്ടിരിക്കുക. അപ്പം അതൊക്കെ എനിക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് കൂട്ടി ഒരു വോയിസ് ഓവർ വീഡിയോ. ഓക്കെ, ബൈ. കാണാം ഷുവറായിട്ട്. ഇനിയും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ആർക്കെങ്കിലും എൻ്റെ ജേണി കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് കയറി നോക്കാം. ഓക്കെ, ബൈ.